നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കറഞ്ചി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കറഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത കശുവണ്ടിയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിസ്ത. ഇത് രണ്ടും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം, നമുക്ക് എത്ര വേണോ അത്രയും. ഇന്ന് ഇത്ര കണക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത്ര ടേബിൾ സ്പൂണെന്നോ ടീസ്പൂണെന്നോ അങ്ങനെ കണക്കൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ കൂടെ ഗ്രേറ്റ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ടില്ല. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഒരു 3/4 കപ്പോളം ഉണ്ട് കേട്ടോ റവ. അത് നമുക്ക് എത്രയാണ് നമുക്ക് കറഞ്ചി ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ. ഇതിനകത്ത് ഫില്ലിംഗ് ആണ്, എത്ര വേണം നമ്മൾ അതനുസരിച്ച് നമുക്കിത് ചേർത്തെടുക്കാൻ പറ്റും. അപ്പോൾ കറഞ്ചി ഒരുപാട് ഉണ്ടാക്കണമെന്നുണ്ട്, അതനുസരിച്ചിട്ട് നമ്മളിത് ഈ ഫില്ലിംഗ് തയ്യാറാക്കുക. അപ്പം നമ്മുടെ റവയുടെ അളവ് കൂട്ടിയെടുക്കുക. ഇത് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയാൽ മതി, കളർ ഒട്ടും മാറിപ്പോകരുത്. അപ്പോൾ റവ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെച്ചിട്ട് മൈദ ഒരു 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം നെയ്യ് ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ. നെയ്യൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റവ അതുകൂടെ ചേർത്ത് കൊടുക്കണം. ഈ റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ആകുന്നത് വരെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം. അത് ഇങ്ങനെ ഉരുട്ടിയാൽ ഇങ്ങനെ ഉരുണ്ട് വരുന്ന രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടിക്കിരിക്കണം. ചപ്പാത്തിക്ക് സാധാരണ നമ്മൾ നനയ്ക്കുന്ന ആ ഒരു അത്ര പോകണ്ട, അതിന് കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കണം മാവ്. അപ്പം ഞാനിതൊന്ന് നനച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഇത് നമ്മൾ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കൊണ്ട് പഞ്ചസാര പൊടിച്ച്, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 ഏലക്കായും കൂടെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ കുരു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഏലക്കയുടെ തോല് ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ചൂടോടെ പഞ്ചസാര ചേർക്കരുത്, പഞ്ചസാര ഒന്ന് ഉരുകാനായിട്ട് സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ദീപാവലി സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്.
ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം നമുക്കത്. അപ്പം ഞാൻ ചപ്പാത്തിക്ക് നമ്മൾ കറഞ്ചിക്കുള്ള മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചത് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അപ്പം ഇവിടെ വെച്ച് പരത്താനായിട്ട് കുറച്ച് അസൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തും പോലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മോൾഡ് വേണം, കറഞ്ചി മോൾഡ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഈ പരത്തി വെച്ച ചപ്പാത്തി പോലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മോൾഡിന്റെ 2 ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണം. ഇനി അതിന്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിറച്ചത് വെക്കണം, അത് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ നിറഞ്ഞിരിക്കണം. എന്നിട്ട് ഒരല്പം വെള്ളം എടുത്ത് നമ്മൾ അടുത്ത് വെച്ചേക്കണം. ഇനി ഈ വെള്ളം നമ്മളിങ്ങനെ വിരലിൽ തൊട്ട് നമ്മുടെ ഈ കറഞ്ചിയുടെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇത് ആക്കി കൊടുക്കണം. ഇത് എന്തിനാണെന്നറിയാമോ? നന്നായിട്ട് ഇത് ഒട്ടി വരാനായിട്ടാണ്. നമ്മളിതിന് മടക്കി എടുക്കുമ്പോഴത്തേക്ക് ഇത് ഒട്ടണം. ഈ 2 സൈഡും കൂടെ തമ്മിൽ ഒട്ടി വരണം. ഒട്ടാനായിട്ട് വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് പാല് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിയിട്ട് ഈ കൂട്ടൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ വെള്ളം തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ അത്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ മാവുണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിങ്ങ് നീക്കി എടുക്കാം നമുക്കിത്. എന്നിട്ട് ഈ മോൾഡ് ഇതുപോലെ തുറന്നിട്ട് നമ്മുടെ കറഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതിനെ നമുക്കിങ്ങ് പുറത്തെടുക്കാം. ഈ മോൾഡിൽ നിന്ന് നമുക്കിങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. കറഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കറഞ്ചി ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഞാനിങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചായയുടെ കൂടെയും അല്ലാതെയൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. എളുപ്പമാണ്, ഒരുപാട് താമസം ഒന്നിനും ഇല്ല ഇതിനകത്ത്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 എണ്ണം കൂടെ നമ്മൾ ചെയ്ത് കാണിച്ച് ബാക്കിയെല്ലാം പെട്ടെന്ന് ഇവിടുത്തെ ചെയ്തെടുക്കാമേ. എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കൂടെ തന്നെ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതങ്ങ് ചൂടായി വന്നപ്പോഴത്തേക്ക് ആദ്യം നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളത് മീഡിയത്തിലാക്കി കൊടുക്കണം. ഒരുപാട് ചൂട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് തിരിച്ചു മറിച്ചിടാനായിട്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് 2-3 വീതമായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തവി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് കേട്ടോ. അപ്പൊ നല്ലതുപോലെ പൊള്ളി വന്നോളും. അപ്പോൾ അടുത്തതും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണ ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. ഈ തട്ടി തട്ടി ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോഴും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.